നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരാൻ ആഗ്രഹമുണ്ടോ? ജോലി തിരക്കാണോ തടസ്സം? വിഷമിക്കേണ്ട, ബാസ് സ്റ്റഡി സെന്റർ നിങ്ങളൊപ്പം ഉണ്ട്. BA, BCom, BBA, BSW പോലുള്ള ഡിഗ്രി കോഴ്സുകൾ നിങ്ങൾക്ക് എവിടെ ഇരുന്നും എപ്പോൾ വേണമെങ്കിലും പഠിക്കാം. ഇനി പ്രായമാണോ നിങ്ങളുടെ തടസ്സം? അല്ല, ഏത് പ്രായക്കാർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓൺലൈൻ ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയലുകളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ബാസ് സ്റ്റഡി സെന്റർ കൂടെ. ഹായ് എവരിവൺ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ 2026 ജൂലൈ ബാച്ചിന്റെ ഫസ്റ്റ് സെമ്മിന്റെ അസൈൻമെന്റ് റിസൾട്ട് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പം അസൈൻമെന്റ് റിസൾട്ട് ഏത് രൂപത്തിലാണ് ചെക്ക് ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ ഡീറ്റെയിൽ വീഡിയോ ആണ്. വീഡിയോയിലോട്ട് പോവാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ഫസ്റ്റ് സെമ്മിന്റെ, അതായത് ജൂലൈ 2026 ബാച്ചിന്റെ ഫസ്റ്റ് സെമ്മിന്റെ റിസൾട്ട് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അസൈൻമെന്റ് റിസൾട്ട് ഏത് രൂപത്തിലാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതായത് നിങ്ങളുടെ ഇമെയിൽ ഐഡിയും അതുപോലെ തന്നെ പാസ്വേഡും നിങ്ങൾക്ക് ഇപ്പം സ്റ്റുഡൻറ് പോർട്ടൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു ഇമെയിൽ ഐഡിയും പാസ്വേഡും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ആ ഒരു ഇമെയിൽ ഐഡിയും പാസ്വേഡും വെച്ച് നിങ്ങളുടെ സ്റ്റുഡൻറ് പോർട്ടൽ ലോഗിൻ ചെയ്തിട്ട് വേണം നിങ്ങൾ അസൈൻമെന്റ് ചെക്ക് ചെയ്യാനായിട്ട്. അതായത് നമ്മുടെ സ്റ്റുഡൻറ് പോർട്ടൽ ഇപ്പോൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നിങ്ങളുടെ ഫോട്ടോയും അതുപോലെ നിങ്ങളുടെ അഡ്രസ്സും ഒക്കെ കാണുന്നതിന് താഴേക്കായിട്ട് നമുക്ക് അസൈൻമെന്റിന്റെ കുറച്ച് ഓപ്ഷൻസ് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഏത് ബാച്ച് ആണ്, ഫസ്റ്റ് സെം ആണോ സെക്കൻഡ് സെം ആണോ എന്നുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. അതിനൊക്കെ താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൽ സ്റ്റുഡൻറ് സർവീസ് ഹിസ്റ്ററി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. ആ ഓപ്ഷനിൽ കുറച്ച് താഴോട്ട് പോയി കഴിഞ്ഞാൽ, ആ ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ കുറച്ചുകൂടി താഴോട്ട് പോയി കഴിഞ്ഞാൽ അസൈൻമെന്റ് ഹിസ്റ്ററി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. ആ അസൈൻമെന്റ് ഹിസ്റ്ററി എന്നുള്ള ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് ഈ ഒരു അസൈൻമെന്റ് റിസൾട്ട് ഈ രൂപത്തിലാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പം അസൈൻമെന്റ് റിസൾട്ട് ചെക്ക് ചെയ്യാൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാരണവശാലും ടെൻഷൻ ആവേണ്ട കാര്യമില്ല. നിങ്ങളുടെ അസൈൻമെന്റ് റിസൾട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് അതിന്റെ കൺഫർമേഷൻ അറിയിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ പുറത്തുനിന്നുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ ഈ രൂപത്തിലാണ് നമുക്ക് അസൈൻമെന്റ് ചെക്ക് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ അസൈൻമെന്റ് റിസൾട്ട് ഒക്കെ വന്നിട്ടുണ്ട്. എല്ലാവരുടെയും റിസൾട്ട് അല്ല എങ്കിലും ചില ആളുകളുടെ, ചില സ്റ്റുഡൻസിന്റെ റിസൾട്ട് നമുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക. ഇനിയിപ്പം വരാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് റിസൾട്ട് ഇനി കിട്ടാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ഈ ഒരു മാസത്തിനോടുള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു അസൈൻമെന്റ് റിസൾട്ടും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് തന്നെ വരും. അതുപോലെ തന്നെ ഈ ഒരു അസൈൻമെന്റുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.